ഹായ്, നമ്മുടെ ഇന്നത്തെ വിഷയം ആങ്കർ മാനേജ്മെന്റ് ആണ്. ഇതൊട്ടും ഒരു പുതിയ ടോപ്പിക്കല്ല. ഇഷ്ടം പോലെ വീഡിയോസും മറ്റു റിസോഴ്സസും ആങ്കർ മാനേജ്മെന്റിനെ കുറിച്ചുണ്ട്. പക്ഷെ എൻ്റെ ഒരു സംശയം, ഇതൊക്കെ ആങ്കർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണോ അഗ്രഷൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണോ? എനിക്ക് മനസ്സിലായത് ഇതിൽ ഒട്ടുമിക്ക വീഡിയോസും അല്ലെങ്കിൽ മറ്റു റിസോഴ്സസും അഗ്രഷൻ മാനേജ്മെന്റിനെ കുറിച്ചുള്ളതാണ്, ആങ്കർ മാനേജ്മെന്റിനെ കുറിച്ചുള്ളതല്ല. അപ്പോൾ എന്താണ് അഗ്രഷനും ആങ്കറും തമ്മിലുള്ള വ്യത്യാസം? ആങ്കർ എന്ന് പറഞ്ഞാൽ അതൊരു ഫീലിംഗ് ആണ്, നമ്മുടെ ഒരു ഇമോഷനാണ്. ദേഷ്യം എന്ന് പറയുന്നത് അത് നമുക്ക് ശാരീരികമായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും, മാനസികമായിട്ടും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇതാണ് ആങ്കർ എന്ന് പറയുന്നത്. എന്നാൽ അഗ്രഷൻ എന്ന് പറയുന്നത് ഈ ആങ്കർ കാരണമുള്ള സ്വഭാവത്തിനെയാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ദേഷ്യത്തിനെ പ്രകടിപ്പിക്കുന്ന രീതിയാണ്, അതിനെ വെന്റിലേറ്റ് ചെയ്ത് പുറന്തള്ളുന്ന രീതിയാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് റിവേഴ്സ് കൗണ്ട് ചെയ്യാൻ പറയുന്നതും ഡീപ് ബ്രീതിങ് എടുക്കാൻ പറയുന്നതും മറ്റു റിലാക്സേഷൻ ടെക്നിക്സും ഒക്കെ അഗ്രഷൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അത് ആങ്കർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളതല്ല. കാരണം ആങ്കർ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അഗ്രഷൻ ഉണ്ടാകുന്നത്, ഈ അഗ്രസീവ് ബിഹേവിയേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ആങ്കറിനെ നമ്മൾ ഓൾറെഡി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ അഗ്രഷൻ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന ടെക്നിക്സ് എല്ലാം അഗ്രഷൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ആങ്കർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളതല്ല. അപ്പോൾ ആങ്കറിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? പറ്റും, പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് റിവേഴ്സ് കൗണ്ട് ചെയ്താലോ ഡീപ് ബ്രീത്ത് എടുത്താലോ അതല്ലെങ്കിൽ മറ്റു റിലാക്സേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാലോ മാറുന്ന കാര്യമല്ല ആങ്കർ എന്ന് പറയുന്നത്. പെട്ടെന്ന് എന്തുകൊണ്ട് നമുക്ക് ദേഷ്യം വരുന്നു, എന്തുകൊണ്ട് നമ്മൾ അഗ്രസീവ് ബിഹേവിയറിലേക്ക് പോകുന്നു? ഇനി നമ്മൾ അഗ്രഷനെ അങ്ങ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം അതാണല്ലോ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, അഗ്രസീവ് ബിഹേവിയർ. പക്ഷേ ആ അഗ്രഷനെ നമ്മൾ മാനേജ് ചെയ്താലും നമ്മുടെ ആങ്കറിനെ നമ്മൾ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പാസീവ് അഗ്രസീവ് ഇഷ്യൂസ് ഉണ്ടാകാം. ഒരാളെയും തല്ലാതെയും കുത്തുകയും വെട്ടുകയും ചെയ്യാതെയും നമുക്ക് ഈ അഗ്രഷൻ പല വിധത്തിൽ മറ്റുള്ള മനുഷ്യരുടെ മേലെ നമുക്ക് ഏൽപ്പിക്കാം, മറ്റുള്ള മനുഷ്യരെ നമുക്ക് ദ്രോഹിക്കാം, അവരെ ഇല്ലാതാക്കാം. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള അഗ്രസീവ് ബിഹേവിയർ വേണമെന്നില്ല, ഒരു വ്യക്തി പാസീവ് അഗ്രഷനിൽ പോയാലും മതി. അപ്പോൾ അഗ്രസീവ് ബിഹേവിയേഴ്സിനെ അല്ല മെയിൻലി നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, ആങ്കറിനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ആങ്കറിനെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്? ബുദ്ധിയും ധൈര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആങ്കറിനെ മാനേജ് ചെയ്യാൻ പറ്റും. സാധാരണ രീതിയിൽ ഈ അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്ന ആളെ വീരശൂര പരാക്രമിയായിട്ടാണ് എല്ലാവരും പറയുന്നത്, അവർ സ്വയം കാണിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്നത് വെറും ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് മാത്രമാണ്, ഒരു മൃഗ സ്വഭാവം മാത്രമാണ്. ഇതിനൊരു ധൈര്യവും വേണ്ട. നമ്മൾ നോക്കിയാൽ അറിയാം, ഏറ്റവും ചെറിയൊരു മൃഗം മുതൽ ഏറ്റവും വലിയ മൃഗം ഏതാണോ അതിന് വരെയും ഈ അഗ്രസീവ് ബിഹേവിയർ ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിയും വേണ്ട, ഒരു കഴിവും വേണ്ട. ഏത് ചെറിയ മൃഗവും ആരെയും കയറി ആക്രമിക്കും, കാരണം അതിന് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അഗ്രഷനിലേക്ക് പോകുന്ന മനുഷ്യരും മറ്റുള്ളവരെ ആക്രമിക്കുന്ന മനുഷ്യർക്കും ഈ ഒരു മൃഗസ്വഭാവമാണ് മുന്നിൽ നിൽക്കുന്നത്. ആ മൃഗസ്വഭാവം വരുമ്പോഴാണ് അവർ മനുഷ്യരെ കയറി ആക്രമിക്കുന്നത്. അതായത് അവരുടെ ഇമോഷണൽ ബ്രെയിനാണ് അവരെ ആ സമയത്ത് നിയന്ത്രിക്കുന്നത്. അവരുടെ ലോജിക്കൽ ബ്രെയിൻ, ബുദ്ധി എന്ന് പറയുന്ന ബ്രെയിൻ അതിനെ നിയന്ത്രിക്കാനായിട്ട് അപ്പോൾ അതിന് കഴിവില്ലാതെ ആകുന്നു. ഈ ലോജിക്കൽ ബ്രെയിൻ, ബുദ്ധി എന്ന് പറയുന്ന ഹയർ ഓർഡർ തിങ്കിങ് ഉള്ള നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഈ ലോജിക്കൽ ബ്രെയിനിനെ, ഇമോഷണൽ ബ്രെയിനിനെ ആ സമയത്ത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്കില്ലില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഈ ആങ്കർ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അഗ്രസീവ് ബിഹേവിയറിലേക്ക് പോകുന്നത്. ആങ്കർ എന്ന് പറയുന്നത് അഗ്രസീവ് ബിഹേവിയറിന് മുമ്പുണ്ടായിട്ടുള്ള ഫീലിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ആങ്കർ എന്ന് പറയുന്നുണ്ടാകുന്നത്? ഇത് ഈ മൃഗത്തിന് മാത്രമല്ല, മനുഷ്യനും ഉണ്ട്. കാരണം മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. നമുക്കും ഈ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ദേഷ്യം എന്ന് പറയുന്നത്. ഇത് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനെ എത്രത്തോളം അഗ്രസീവ് ബിഹേവിയറിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. ആങ്കർ മാനേജ്മെൻറ്റിൽ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ദേഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അതല്ലാതെ ഒരു വ്യക്തിക്ക് മാത്രമുള്ള കാര്യമല്ല ദേഷ്യം എന്ന് പറയുന്നത്. ഈ ദേഷ്യം ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇൻഫീരിയർ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യണോ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ, ഇത് ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ജോലിയോ പണമോ ഇതിനെപ്പറ്റി ഒന്നും അല്ല പറയുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നുമുള്ള ബഹുമാനമായിരിക്കാം, അംഗീകാരമായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ
അവിടെ നമ്മൾ ഇൻഫീരിയർ ആണെന്ന് നമ്മൾ തോന്നുന്ന ചില അവസരങ്ങളിൽ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ എടുക്കുന്ന ചില ടെക്നിക്കുകളാണ്, ഡിഫൻസ് മെക്കാനിസംസ് ആണ് ഈ ആങ്കർ പ്ലസ് അഗ്രസീവ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ആങ്കർ മാനേജ്മെൻറ്റിൽ ഒന്നാമത് വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് കാര്യം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഭയങ്കരമായി ദേഷ്യപ്പെട്ട അഗ്രസീവ് ബിഹേവിയറിലേക്ക് പോകുന്നത്? ഫസ്റ്റ് നമ്മൾ ഇതാണ് നമ്മുടെ ട്രിഗറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ബോംബുണ്ട്, അതല്ലെങ്കിൽ വലിയ പടക്കങ്ങളുണ്ട്. ഇതിന് നമ്മളൊരു ഇഗ്നീഷൻ ഇല്ലാതെ ഇത് പൊട്ടിത്തെറിക്കത്തില്ല. ഇതിനെ ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യാതെ, സ്വിച്ച് ഒന്ന് അമർത്താതെ, തീ ഒന്ന് കത്തിക്കാതെ ഇത് പൊട്ടിത്തെറിക്കത്തില്ല. ഇതുപോലെ തന്നെ ആങ്കർ എന്ന് പറയുന്ന സാധനം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇതിനെ ട്രിഗർ ചെയ്യാതെ ഇത് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ആങ്കർ മാനേജ്മെൻറ്റിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യൂ, നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന, നിങ്ങളെ എന്ത് പറ്റുമ്പോഴാണ്, ഏത് തരത്തിലുള്ള സ്വഭാവങ്ങൾ അല്ലെ ഏത് തരത്തിലുള്ള അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഈ ആങ്കർ ഉണ്ടാകുന്നത്, ഇത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഈ ഒരു ആങ്കർ ഉണ്ടായി, ഈ ആങ്കർ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാവും. അതൊന്നെങ്കിൽ ആക്റ്റീവായിട്ടുള്ള അഗ്രസീവ് ബിഹേവിയർ ആയിരിക്കും, അല്ലെങ്കിൽ പാസീവ് അഗ്രസീവ് ബിഹേവിയർ ആയിരിക്കും. ഇത് രണ്ടായാലും നമുക്കും നല്ലതല്ല, മറ്റുള്ളവർക്കും നല്ലതല്ല. അപ്പോൾ ഈ ഒരു ദേഷ്യം ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക. ഇനി അടുത്തത് നിങ്ങൾ ചിന്തിക്കുക, ഇത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം ദേഷ്യം വരും? ഇതിനെ നിങ്ങളൊരു 0 to 10 സ്കെയിലിൽ നിങ്ങൾ ഇതിനെ അടയാളപ്പെടുത്തുക. 2 എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, 4 കൂടിയതാണ്, 5 കൂടിയതാണ്, 6 കൂടിയതാണ്. ഇങ്ങനെ 0 to 10 സ്കെയിലിൽ ഈ ഒരു ട്രിഗർ ഉണ്ടായാൽ നിങ്ങളുടെ ദേഷ്യം എത്രത്തോളം ഉണ്ടാകും എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യാൻ ചാൻസ് ഉള്ള പോസിബിൾ ആയിട്ടുള്ള അഗ്രസീവ് ബിഹേവിയേഴ്സും ലിസ്റ്റ് ചെയ്യുക. അതായത് ആദ്യം ഒരു ട്രിഗർ നിങ്ങൾ എഴുതി, ആ ട്രിഗർ കാരണം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന അഗ്രസീവ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പാസീവ് അഗ്രസീവ് ബിഹേവിയേഴ്സിനെ കുറിച്ച് നിങ്ങൾ എഴുതി. ഇനി ഈ ബിഹേവിയർ നിങ്ങൾ കാണിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള റിസൾട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതും കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അത് അടുത്തത് എഴുതുക. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ട്രിഗേഴ്സ് എഴുതി. രണ്ടാമത് ട്രിഗർ ചെയ്യുമ്പം ഏത് തരത്തിലുള്ള അഗ്രസീവ് ബിഹേവിയേഴ്സ് നിങ്ങൾക്കുണ്ടാകുമെന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്തു. ഇനി മൂന്നാമത് ഈ ബിഹേവിയേഴ്സും കൊണ്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രയോജനമാണ് ഉണ്ടാകുന്നത്, എന്ത് റിസൾട്ടാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇത് മൂന്നിനെയും വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇരുന്നിട്ട് നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക സ്വയം. എന്താണ് ഞാൻ ചെയ്യുന്നത്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇതിൻ്റെ പാർട്ട് 2 കാണുക. കാരണം ഈ 3 കാര്യങ്ങൾ ചെയ്യാതെ ബാക്കി അറിഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. താങ്ക് യു.